എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഖാതിമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഗുരുനാഥൻ അവിടുന്ന് ചോദിക്കുന്നു, മോനെ 33 വർഷം കൊണ്ട് നീ പഠിച്ചെടുത്ത അറിവ് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഉസ്താദിന് വല്ലാത്ത ആകാംക്ഷയാവുകയാണ്. പഠിച്ചവനെ ഖാതിമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ അറിവെന്തെന്നറിയുമോ? അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നളർതു ഇലാ ഹാദിഹിൽ ഖൽഖി കുല്ലു വാഹിദിൻ യുഹിബ്ബു മഹ്ബൂബാ. പറയുന്ന ഉസ്താദ്, ഞാൻ ജനങ്ങളെ ഇങ്ങനെ നോക്കുകയാണ്. ഈ ദുനിയാവിൽ ഈ ഭൂമിയുടെ മുകളിലൂടെ നടന്നു പോകുന്ന ജനങ്ങളെ നോക്കുമ്പോ അവരെല്ലാവരും ഓരോ മനുഷ്യനെയും സ്നേഹിക്കുകയാണ്. എല്ലാവർക്കും ഒരു കൂട്ടുകാരുണ്ട്. എല്ലാവരും ആരെയെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ടല്ലോ. വാപ്പയെ കൂട്ടുകാരനെ പോലെ കാണുന്നവരുണ്ട്, ഉമ്മയെ കൂട്ടുകാരിയെ പോലെ കാണുന്നവരുണ്ട്, ഭാര്യയും ഭർത്താവും ഫ്രണ്ട്സുകളെ പോലെ ജീവിക്കുന്നവരുണ്ട്, ഏറ്റവും വലിയ ഫ്രണ്ട് കൂടപ്പറപ്പാണെന്ന് പറയുന്നവരുണ്ട്, കുടുംബത്തിലെ ചെറുപ്പക്കാരുമായി വല്ലാത്ത സ്നേഹബന്ധത്തിൽ നടക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അമുസ്ലിമായ കൂട്ടുകാരുള്ളവരുണ്ട്. പല ചെറുപ്പക്കാരും പറയും, ഉസ്താദേ ഇവൻ എന്റെ ചങ്കാട്, ഇവൻ എന്റെ കരളാട്, എന്റെ കൂടപ്പറപ്പിനെക്കാൾ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഇവനെയാണ്. പല ഭർത്താക്കന്മാരും പറയും, ഉസ്താദേ എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരി എന്റെ ഭാര്യയാണ്. പല പെണ്ണുങ്ങളും പറയാറുണ്ട്, എങ്ങനെയുണ്ട് ആയിഷ നിന്റെ ജീവിതമെന്ന് ചോദിക്കുമ്പോ, നിന്റെ ഭർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോ പല പെണ്ണുങ്ങളും പറയുകയാണ്, നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരെ പോലെയാണ്. എന്റെ ഇക്കയോട് എനിക്ക് എന്ത് വേണമെങ്കിലും തുറന്നു പറയാ, ഇക്ക എല്ലാ കാര്യങ്ങളും എന്നോട് പറയുമല്ലോ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല, ഫ്രണ്ട്സുകളെ പോലെയാണ്, നിങ്ങൾ വല്ലാത്ത കൂട്ടുകാരാണെന്ന് പറയുന്നവര്. അതാ ഖാതിമുൽ അസ്മ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ദുനിയാവിൽ എല്ലാവരും പരസ്പരം സ്നേഹത്തോട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സ്നേഹിക്കുന്നവര് മുഴുവനുമുണ്ടല്ലോ, എത്ര വലിയ ചങ്കാണെങ്കിലും, എത്ര വലിയ കരളാണെങ്കിലും, എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും, ഈ കൂട്ടുകാരെല്ലാം ഇദാ വസല ഇലാ ഖബരിഹി, ഇവരെല്ലാവരും ഒരു ദിവസം നമ്മളെ വിട്ട് പിരിയുമല്ലോ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ ചെറുപ്പക്കാരനോടും പറയുകയാണ്, മോനെ നീ എത്ര കണ്ട് സ്നേഹിക്കുന്നവനാകട്ടെ, നീ ആരെയൊക്കെ സ്നേഹിച്ചാലും, എത്ര വലിയ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട പെങ്ങള്, ഈ സ്നേഹബന്ധം മുറിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണ് മുറിഞ്ഞു പോകുന്നതെന്നറിയുമോ? ഈ നാട്ടിലെ പള്ളിയിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പടച്ചവനെ നീ മരിച്ചുപോയി എന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ, അന്നല്ലാ എല്ലാവരും ഓടുകയാണ്. അവസാനമായി നിന്നെ കാണുന്നതിന് വേണ്ടി മരണ വീട് തേടിയെത്തി എല്ലാവരും നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാ വീടിന്റെ സൈഡിലേക്ക് നിന്നെ കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് അതാ പടച്ചവനെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുകയാ. മനോഹരമായി നിന്നെ കുളിപ്പിച്ചു. എന്നിട്ട് വീടിന്റെ അകത്ത് നിരത്തി വെച്ചിരിക്കുന്ന 3 കഷ്ടം വെള്ളത്തുണികളുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തി. എന്നിട്ട് പടച്ചവനെ സുഗന്ധങ്ങൾ തേച്ചു. അതാ പടച്ചവനെ നിന്നെ പൊതിയാറുള്ള തയ്യാറെടുപ്പുകളാ. മഹാനായ തടബ് ഉസ്താദ് വ്യക്തമായി പറയുന്നുണ്ട്, മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ.
എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്നെ പൊതിയുകയാ. അതാ നിന്റെ ജനാസ പൊതിയുകയാണ്, മൂക്കിന്റെ ദ്വാരത്തേക്ക് പഞ്ഞികെടുത്ത് വെക്കുകയാണ്. എന്നിട്ട് നിന്റെ വാപ്പയുണ്ടല്ലോ, നിന്റെ കൂടപ്പിറപ്പുണ്ടല്ലോ, നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ കുടുംബക്കാരുണ്ടല്ലോ, മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞികെടുത്ത് വെച്ചിട്ട് അതാ വീട്ടിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, കാണേണ്ടവരൊക്കെ കണ്ടോ, പുതിയാ പോകുകയാണ്. കാണേണ്ടവരൊക്കെ കണ്ടോ, ഇതാ പുതിയാൻ പോവുകയാണ്. അങ്ങനെ എല്ലാവരും നിന്നെ അവസാനമായെന്ന് കാണുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടുമ്പോ നീ സ്നേഹിച്ചവര് രണ്ടാമത് പറയുകയാ, കണ്ടതൊക്കെ മതി, പൊതിഞ്ഞോ. അല്ലാ, മുഖത്തേക്ക് വെള്ള തുണിയെടുത്തങ്ങ് മറയ്ക്കുകയാണ്. എന്നിട്ട് ആ 3 കഷ്ടം തുണിയങ്ങ് വരിഞ്ഞ് മുറുക്കുകയാണ്. അതാ തലയുടെ ഭാഗത്ത്, നടുവിന്റെ ഭാഗത്ത്, കാലിന്റെ ഭാഗത്ത് 3 കെട്ടുകൾ കെട്ടിയങ്ങ് ഉറപ്പിക്കുകയാ. എന്നിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ട് വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കെട്ടിലുണ്ടല്ലോ, ആ മയ്യത്ത് കെട്ടിലിന്റെ മുകളിലേക്ക് എല്ലാവരും കൂടെ നിന്നെ എടുത്തങ്ങ് കിടത്തുകയാണ്. എന്നിട്ട് റബ്ബേ, ജനാസ മുകളിലേക്ക് പൊങ്ങുകയാ. നിന്റെ മയ്യത്ത് കെട്ടില് ചുമക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്ത് കെട്ടിലെ ജനങ്ങളെ ചുമലിലേക്ക് എടുക്കുമ്പോ നിന്റെ വീട്ടിലൊരു നിലവിളിയാ. നിന്റെ ഭാര്യ കരയുന്നുണ്ട്, നിന്റെ പെമ്മക്കള് കരയുന്നുണ്ട്, നിന്റെ കൂടപ്പിറപ്പായ സഹോദരിമാര് കരയുന്നുണ്ട്, നിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളെ നിലവിളിക്കുകയാ. വീടിന്റെ ജനാലയിലൂടെ നിന്റെ പ്രിയപ്പെട്ട മാതാവ് നിന്ന് കരയുകയാ. പടച്ചവനെ, മയ്യത്ത് കെട്ടിലെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഉമ്മ ചോദിക്കുകയാ, സമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ, കാണലെന്നാ പൊന്നേ. തീർന്നടാ ചെറുപ്പക്കാരാ, അവിടെ വെച്ച പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധമങ്ങ് മുറിയുകയാ. അല്ലാ, മയ്യത്ത് കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ മയ്യത്ത് കട്ടിലിലേക്ക് ജനാസ എടുത്ത് വെച്ച് പള്ളിയിലേക്ക് ചുമക്കുമ്പോ ആ വന്നവരിൽ പകുതിയും പോകുകയാ. അങ്ങനെ പിന്നെ കുറെ പേര് ഇവിടെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. പള്ളിയിലെ ഖതീബ് കയറി നിന്നു, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തു, മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. എന്നിട്ട് റബ്ബേ, 4 തക്ബീറുകൾ പറഞ്ഞു മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് എടുക്കുമ്പോ പള്ളികളെ നമസ്കരിക്കാൻ വന്നവരുണ്ടല്ലോ, അതില് പകുതി പിരിയുകയാ. പിന്നെ കുറെ പേര് നിന്നെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി. അവസാനം നിനക്ക് ഒരുക്കി കിട്ടിയിരിക്കുന്ന പള്ളിപ്പറമ്പിലെ കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്തേക്ക് 2 പേര് ഇറങ്ങി നിന്ന് താങ്ങിയങ്ങ് ഇറക്കുകയാണ്. അല്ലാ, കബറിന്റെ അകത്ത് ഇറക്കി കിടത്തിയിട്ട് 3 കെട്ടുകൾ മടിച്ചു മാറ്റിയിട്ട് കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട്, മണ്ണതാടാ, ഉപ്പാടെ കബളിന്റെ താഴെ വെക്കാൻ, ഉമ്മയുടെ കബളിന്റെ താഴെ വെക്കാൻ മണ്ണ് ചോദിക്കുമ്പോ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. പിടിമണ്ണ് വാരി കൊടുക്കുകയാണ്. എന്നിട്ട് പലകയെടുത്ത് നിരത്തുകയാണ്. അത് കഴിഞ്ഞാ മണ്ണ് വാരിയിടുന്ന മത്സരമാ. പടച്ചവര്, ഇന്ന് പള്ളിപ്പറമ്പിലെ കബറിന്റെ മുകളിൽ മണ്ണ് വാരിയിടുന്നത് കണ്ട ഒരു മത്സരം നടക്കുന്നത് പോലെയാണ്. ആർക്കെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും തോന്നാറുണ്ടോ? എന്തിനാ
എന്തിനാടാ പള്ളിപ്പറമ്പിൽ പോയി 3 പടി മണ്ണ് വാരിയിടാൻ പറഞ്ഞത്? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. ഇത് പറഞ്ഞിട്ടല്ലേ മണ്ണ് വാരിയിടേണ്ടത്? അതിന്റെ അർത്ഥം നിനക്കറിയുമോ ചെറുപ്പക്കാരാ? വാരിയങ്ങ് കബറിന്റെ മുകളിലേക്ക് എറിയുകയാണ്. അത് കഴിഞ്ഞപ്പോ എല്ലാവരും മണ്ണ് പറ്റിയിടാൻ തുടങ്ങുമ്പോ അവിടെ നിൽക്കുന്നതിൽ 3ാമത്തെ വിഭാഗവും പിരിയുകയാ. പിന്നെ തുച്ഛമായ ആളാണ് കബറിന്റെ മുകളിൽ മണ്ണിട്ടു, ചെടികൾ നട്ടു. പടച്ചവനെ, പള്ളിയിലെ മുഅദ്ദിൻ വന്നു, കബറിന്റെ മുകളിൽ വെള്ളമൊടിച്ചു. അൽ-ഫാത്തിഹ. അവിടുന്ന് യാസീൻ ഓതി ദുആ ചെയ്തു. എന്നിട്ട് എല്ലാവരും പറയുകയാണ് അസ്സലാമു അലൈക്കും. എല്ലാരും അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. മക്കള് വാപ്പയോട് പറയുന്നു, ഭാര്യ ഭർത്താവിനോട് പറയുന്നു, ഭാര്യയോട് ഭർത്താവ് പറയുന്നു, കൂടപ്പിറപ്പുകളോട് പറയുന്നു, കൂട്ടുകാരോട് പറയുന്നു. എല്ലാവരും പള്ളിക്കാട്ടിലൊരു കുടിക്കകത്ത് കൊണ്ടുവന്ന് നിന്നെ മലർത്തി കിടത്തിയിട്ട് എല്ലാവരും മഅസ്സലാമാ സലാം പറഞ്ഞു പോകുകയാ. അവിടെ വരെ വരുവടാ ചെറുപ്പക്കാരാ. നീ സ്നേഹിക്കുന്നവര് മുഴുവനും, നീ പ്രേമിക്കുന്നവര് മുഴുവനും, നീ നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവര് മുഴുവനും ആ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് വന്നിട്ട് അവിടുന്ന് സലാം പറഞ്ഞു പിരിയുകയാ. അതുകൊണ്ടാണ് ഖാതിമുൽ സമ്മതങ്ങൾ പറയുന്നത് ഇദാ വസല ഇലാ കബരിഹി. സ്നേഹിക്കുന്നവര് മുഴുവനും കബർ വരെ വരൂ, എല്ലാവരും കബറിന്റെ ചാരത്ത് വരെ വരൂ. അതുകൊണ്ട് ഉസ്താദേ, അതിനുശേഷം വരുന്ന ഒരാളെ സ്നേഹിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ സ്നേഹിക്കുകയാണെങ്കിൽ അവൻ എന്റെ കൂടെ കബറിന്റെ അകത്ത് വരണമല്ലോ, നാളെ പരലോകത്ത് വരണമല്ലോ, നാളെ സ്വർഗത്തിൽ എന്നെ കൊണ്ടുപോകണമല്ലോ. അല്ലാതെ പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരെ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്നേഹിക്കാൻ തീരുമാനിച്ചു. ആരെയാണ് സ്നേഹിക്കേണ്ടതെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബിയല്ലേ പറഞ്ഞത്, ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ, ആദമിന്റെ മക്കള് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിൽ പ്രയോജനം ചെയ്യുന്നത് 3 കാര്യമേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സിറാജിന്റെ 6 അടി മണ്ണിനകത്ത് പ്രയോജനം ചെയ്യുന്ന 3 അമലുകള്, 3 സൽക്കർമ്മങ്ങള്, അതല്ലാതെ ഒരുത്തന്റെ കൂടെയും ഖബറിൽ വരൂല. ഇത് 3മേ മരണശേഷം പ്രയോജനം ചെയ്യൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതിലെ 1ാമത്തെ കാര്യം എന്താ? സദഖത്തുൻ ജാരിയ. ജാരിയായ സദഖയുണ്ടല്ലോ, പള്ളി കെട്ടി കൊടുത്തതുണ്ടല്ലോ, മദ്രസയ്ക്ക് കൊടുത്തതുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ വാങ്ങിക്കൊടുത്തതുണ്ടല്ലോ, പാവങ്ങൾക്ക് കിണർ കുത്തി കൊടുത്തതുണ്ടല്ലോ, വെയിറ്റിംഗ് ഷെഡ് പണിത് കൊടുത്തതുണ്ടല്ലോ. ഇതുപോലെ നീ ചെയ്ത ജാരിയായ സദഖയുണ്ടല്ലോ, അതിന്റെ സവാബ് ഖിയാമത്ത് നാൾ വരെ നിന്റെ ഖബറിലേക്ക് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ജാരിയായ സദഖ, ജാരിയായ സദഖ. ഇവിടത്തെ പള്ളി കെട്ടുന്നതിന് വേണ്ടി 1 ചാക്ക് സിമന്റ് വാങ്ങിക്കൊടുത്തു. അതുകൊണ്ട് പള്ളി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ പള്ളിക്കകത്ത് വന്ന് നിസ്കരിച്ചാൽ അതിന്റെ ഒരു വിഹിതം നിന്റെ ഖബറിലേക്ക് കടന്നു വരികയാ. അതിനാണ്
ജാരിയായ സദഖ എന്ന് പറയുന്നത് റസൂലുള്ളാഹി രണ്ടാമതായി പറയുകയാ വലദുൻ സാലിഹുൻ യദഉ ലഹു സ്വാലിഹായ ദുആ ചെയ്യുന്ന മക്കളുണ്ടല്ലോ അത് മരിച്ചു പോയവരുടെ ഖബറിൽ പ്രയോജനം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ 3 കാര്യങ്ങൾ